സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാവുന്നു. ലിയ നിക്ക് ലിയ പ്ലീസ്. ദേ ഇതും തള്ളിക്കൊണ്ട് എനിക്ക് നിന്റെ പിന്നാലെ ഓടാൻ വയ്യട്ടോ. ഓഹോ, അപ്പൊ ഇതും തള്ളിക്കൊണ്ട് എന്റെ പുറകെ വരാനാണല്ലോ നിന്റെ ഉദ്ദേശം? ഓ, ഏത് നേരത്താണോ പുള്ളിയാളാ ഇവന്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നി. എടി കോന്തനോ, ഇപ്പൊ അങ്ങനെ ആയല്ലേ? നിന്റെ കാട്ടായം കണ്ടോ തോന്നും ഇതെന്ത് വമ്പ സീനാണെന്ന്. നമ്മത് എപ്പോ സെറ്റാക്കൂലേ? ഓ എന്റെ പൊന്ന് കിച്ചു, ഈ തള്ളൊന്ന് നിർത്തിയിട്ട് ഈ പാട്ടൊന്ന് തള്ളാൻ നോക്ക്. മനുഷ്യനല്ലേ പുള്ളേ. ലിയ എടോ എടോ താൻ സീൻ ഡാർക്ക് ആക്കല്ലേ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇതാ ഈ നാഷണൽ ഹൈവേയിലാണ് നിന്റെ ഫസ്റ്റ് നൈറ്റ്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എടോ ലിയ, ഹലോ മഷി, നീ ഇത് എവിടെയായിരുന്നു? വൈകുന്നേരം പോലെ ഞാൻ വിളിക്കണ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. ഹലോ, എന്താ ഇവിടെ ഇരുന്ന് നേരം വിളിപ്പിക്കാനാണ് പ്ലാൻ? അവൻ്റെ ഫോൺ എടുത്തുണ്ട്. ഒരു പ്ലാൻ പോലും ഇല്ലാത്ത നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് നല്ല ബെസ്റ്റ് ടൈമിലാണ് കിച്ചു. ആ സമയത്ത് വരെ ലോട്ടറി എടുത്താൽ മതിയായിരുന്നു. ആഹാ കൊള്ളാലോ. ലോട്ടറി എടുത്തൊന്നുമില്ല പണക്കാരനെ വേണ്ടത്. നമ്മ ആത്മാർത്ഥമായി പണിയെടുക്കണം. പണിയെടുത്ത് നക്കാപ്പിച്ച കൂട്ടി വെച്ചേ സമ്പാദിക്കാനില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നടുവൊടിഞ്ഞ നമ്മളെ കണ്ടിട്ട് ഗോഡേട്ടൻ പറയും യോ പാവം. അപ്പം നമ്മൾ പിന്നെയും പണിയെടുക്കണം. അപ്പം അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആശാന ഒരു ദൈവദൂതനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും, നമ്മളെ കോടീശ്വരനാക്കാൻ. അതിനെ നടുവൊടിഞ്ഞ് പണിയെടുക്കാൻ വല്ല പണി അറിയോ നിനക്ക്?
നടുവിളക്കി ഒരു പണി എനിക്കറിയാം. അയ്യടാ ആ പൂതിയുടെ മനസ്സ് വെച്ചാൽ മതി. ഓട്ടോ ഉണ്ട്. ചേട്ടാ കേറ് കേറ്. ഞാൻ ബൈക്ക് വേണ്ടി വെച്ചിട്ടോ. എത്രട്ടാ ഈ രാത്രിയിൽ ഇതിപ്പോ എവിടെ ചില്ലറ കിട്ടാനാ? അയ്യോ ഏട്ടാ ചില്ലറയില്ലാട്ടോ. എന്നാ പോ കയറിക്കോ, നമുക്ക് റൗണ്ടോട് പോയിട്ട് വരാം. 100 തയ്ക്കണ്ടേ? എന്നാ ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ. ആ നിന്റെ ഗൂഗിൾ പേ ഒന്നും ഇതിനകത്ത് കിട്ടൂല. അയ്യോ എന്നാ നോക്കട്ടെ. കോപ്പ് എന്താടാ അത്? ഏത് ആരെയും നോക്കട്ടെ. ആഹാ അപ്പൊ കാര്യം തന്നെ. അല്ലടി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഒരു സേഫ്റ്റിക്ക്. എന്താ തന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. വണ്ടി നീ മനഃപൂർവ്വം കേടാക്കിയത് കിച്ചു, ഇങ്ങനൊരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എന്ത് ഊളിയാടോ താൻ? എടാ പതൂരി, ഞാൻ നിക്കണ പോണാ. വാ ചേട്ടാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. വാ മോള് കേറ് മോളെ, ചേട്ടൻ കൊണ്ടാക്കാം. നിക്കില്ല നീ ഒന്നേ, ഞാൻ പറഞ്ഞേക്ക്. കൊച്ചിനെ വിടറാ. താൻ പോടോ. എടാ വെട്ടുളി, ഞാൻ പ്രാർത്ഥിക്കാട്ടാ. എന്തിന്? നടപടിയാവാനേ. ഒന്ന് പോടോ. ഓ ആ കേറിവാടാ. മഷിയളിയാ ഞാനിപ്പോ വന്നത്. എനിക്കറിയാടാ, നിനക്ക് എത്ര വേണ്ടേ? എത്രയായാലും ഒറ്റ പൈസ എന്റെ ഇല്ലട്ടാ. അല്ലളിയാ നീ എന്തോ ഒരുമാതിരി. എടാ ഞാൻ കടം വാങ്ങാൻ വന്നതല്ല. പിന്നെ നീ പതിരാക്കേ എന്റെ വീട്ടില് കറണ്ട് ബില്ല് ഇറക്കാൻ വന്ന? അല്ല മഷി, നിനക്കറിയാലോ 3 വർഷമായി ഞാനും അവളും പ്രേമത്തിലായിട്ട്. ഇപ്പതേ അവളെ കെട്ടാൻ കറുകുറ്റിന്നൊരു പയ്യൻ വന്നേക്കുക. നാളെ അവരത് ഉറപ്പിക്കും. അവൾ വിളിച്ചപ്പോ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, പിന്നെയൊന്നും നോക്കിയില്ല. ഞങ്ങൾ ഒളിച്ചോടി. എങ്ങോട്ട്? ഇങ്ങോട്ട്. എന്റെ പള്ളി വെറ്റിലപ്പറമ്പിൽ 4-5 ദിവസമുള്ള ഹൗസ് വൈഫ് മോനാളുടെ മോളെ കൊണ്ടാണ് നീ വന്നേക്കുന്നത്. ആ ലിയ. എന്നിട്ട് അവളെ പറ നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടേ അവളോട് പതുങ്ങിക്കുക. സാറ്റർഡേ കളിക്കാനായിട്ട് എന്റെ വീട്ടിന് മുറ്റത്ത് തന്നെ വന്നോളൂ. ദൈവമേ മോളെ 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 എന്റെ കുന്നിമ്മലമ്മേ. ആരോടോ എന്റെ അമ്മ? എന്റെ പൊന്നു മോളെ, ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കണ്ട, അകത്തേട്ട് വാ. ആരെയും കണ്ട പണി പാളും. കിച്ചു, നീ എന്നാ ഭാവിച്ച് ഈ പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് എന്റെ വീട്ടിലേക്ക് വന്നേ? പിന്നെ എനിക്കാരോടാ സപ്പോർട്ടിന്? ആകെ നീലുള്ളത്. ഈ പെങ്കൊച്ചിന്റെ വീട്ടിൽ വണ്ടി ഓടിക്കണ ആ മണിയാശന്റെ വീട് ഈ വീട് തൊട്ടപ്പുറത്താണ്. അയാൾ എങ്ങനെയും മണത്തറിയും. എന്നെ അവര് പഞ്ഞിക്കിടൂടാ. ഇന്നൊരു രാത്രി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പ്ലീസ് ഡാ. അവള് പുളിങ്കൊമ്പത്തെ കൊച്ചല്ലേ. ബെസ്റ്റ് പുളിങ്കൊമ്പനെ നീ കയറി പിടിച്ചേക്കണേ. പുളിങ്കിന് തൊണ്ടെത്ര ചത്തുപാണ് നീ നോക്കിയോ? നിനക്കും ബോധമില്ല. 4 ലക്ഷം പഠിച്ച ഈ പെങ്കൊച്ചിനെങ്കിലും ബോധപ്പെട്ടേ. കിച്ചു എനിക്ക് ഇയാളെ പിടിക്കില്ലട്ടാ. ഏതാണ്? ആ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് വള്ളി പിടിക്കണ. ആ വള്ളി പിടിക്കണ. അയ്യോ പോയി എന്റെ ചട്ടി എന്റെ ജട്ടി. നമ്മൾ എന്ത് ഇവിടെ? ഇത് മൊത്തം ഒരു ലോക്കൽ സെറ്റപ്പാ. ഞാൻ ഇവിടെ കിടക്കാനാ? പുറത്ത് മൊത്തം കൊതുക. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. ഒറ്റ രാത്രി ഒന്ന് ഇരുട്ടി വിളിക്കട്ടെ. നടക്കൂല. നടക്കില്ലേ നടക്കില്ലേ? വിളിവിളി പിടിച്ചോണ്ട് പോടാ. കിച്ചു ദിക്കണോന്നേ, ദിക്കണുവാ ദിക്കണുവാ. ഏതാണ് അളിയാ? പറ്റിപ്പോയടാ. ഇന്നത്തെ ഒരു ദിവസം പ്ലീസ്.
ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നീ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ. അത് പിന്നെ നാളെ നീ സെറ്റാക്കുമെന്ന് അറിയാലോ. എന്നാ പിന്നെ നിനക്കൊരു വീടും കാറും നിന്റെ പെണ്ണുമ്പടക്ക് കുടുംബശ്രീയിലൊരു മെമ്പർഷിപ്പും തൊഴിലുറപ്പ് പദ്ധതി സെറ്റപ്പാക്കി തരണം. അത് വേണ്ട. നീ ഞങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഒന്ന് പതുങ്ങാൻ ഒരിടം സെറ്റാക്കിയാൽ മതി. നിനക്കറിയോ, കൂട്ടുകാരനല്ലേ, കട്ടച്ചങ്കല്ലേ, എന്തൊക്കെയായാലും ഏത് പാതിരാത്രി വന്നാലും കൂടെയൊക്കെ ഒന്ന് കരുതിയ. ഇനിയിപ്പോ നാളെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ യുവമിഥുനങ്ങൾ ട്രെയിൻ തട്ടി മെച്ചെന്ന പത്രവാർത്ത കാണുമ്പോ എനിക്കറിയില്ലടാ. ഇവിടെ പത്രം വരുത്താറില്ലടാ. പോപ്പേ, ഞാൻ മനസ്സിൽ തട്ടിയാടാ പറഞ്ഞത്. എന്തായാലും ഇവിടെ വേണ്ട, ഞാൻ ഒരാളെ വിളിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ എടാ, ഇന്ന് രാത്രി തന്നെ നീ ഇടുക്കിക്ക് വിട്ടോ. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവൻ ചെയ്തു തരും. അത് പിന്നെ എനിക്കറിയാലോ, നീ എന്നെ കൈവിടില്ലെന്ന്. ഇപ്പോൾ ഒരുത്തൻ കാറായിട്ട് വരും, അവൻ നിന്നെ അവിടെ സേഫായിട്ട് എത്തിക്കും. പിന്നെ അവനോട് കൂടുതലായിട്ട് അടുക്കണ്ട, ആള് റോങ് ആണ്. അതും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഡൺ, ശരി വാ. എടീ കിജുട്ടാ പൊള്ളി, നല്ല കിക്ക്. അയ്യോ എന്റെ കുപ്പി. അതെന്റെ കുപ്പി. എടി എന്താ ലോക്കൽ സെറ്റപ്പ്, ഇപ്പൊ ലോക്കൽ റമ്മടിക്ക് എന്തൊരു കുഴപ്പമുണ്ടായിരുന്നില്ലടി. എല്ലാം തീർത്ത് സെറ്റാക്കിയ പോരെ. ഓ എടാ, ഇത് 1-ാം തീയതി, നാളെ ഗാന്ധിയന്തി. ഞാൻ എവിടെ നിന്നിട്ടടിക്കും? അവനെടുത്തിട്ട് അടിച്ചു, അവൻ നിന്ന് കൊണ്ടോളും. ഇറങ്ങി പോടാട്ടു. കള്ളു മൂഞ്ചി കഞ്ഞി മൂഞ്ചി കടുക് മൂഞ്ചി തോന്നുപോലെ. കഷ്ടം. എന്താ ടീമേ, ഉഷാറല്ലേ? ബായിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് പിന്നെ ഒരു കൂട്ടുമാവില്ല. അവരാണ് ഞാൻ പറഞ്ഞവര്. എന്നാ വരാൻ പറയൂ, ഇപ്പൊ വിട്ട വെളുപ്പിനകത്താ. ഒരു മിനിറ്റ്, ആ പെണ്ണാണെങ്കിൽ എന്റെ റെമ്മെടുത്ത് 2 അടിച്ച് ഓഫായി പോയി. തുടക്കത്തിലെ സീൻ ഡാർക്ക് ആണല്ലോ മഷി. ഓക്കേട്, എനിക്ക് പോണം. കാര്യമുണ്ടോ? ചെന്നോടുമ്പോ ജയിച്ചു ഞാൻ വിളിക്കാം. മറക്കാൻ പറ്റില്ല. എന്നാ ബൈ, ഓക്കെ ശരി. ഓക്കെ ഓക്കെ, ശരി, ആയിക്കോട്ടെ, സന്തോഷം. മഷി പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ തോടായ്പ പരിപാടിയൊന്നും ചെയ്യാറില്ല. അയ്യോ, ഞങ്ങളങ്ങനെ ഊടായ്പ ടീംസ് ഒന്നുമല്ല, പാവങ്ങളാ. ആകെ ചെയ്ത കുറ്റം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയെന്നാ. ഛേ, ഇക്കാലത്ത് പ്രേമിക്കുന്നതും ഒളിച്ചോടി പോകുന്നതൊക്കെ ഒരു തെറ്റാണോ മിസ്റ്റർ? ഞാൻ കിച്ചു. ഞാൻ ഡയമണ്ട്. ബായ് നമ്മുടെ വൈബാണല്ലോ. ലവ് മാരേജാ? എന്റെയോ? നമ്മൾ ബാച്ചിലറാണ് ബ്രോ. ഐ ലൈക്ക് യുവർ സ്പിരിറ്റ്. താങ്ക് യു. എനിക്കിങ്ങനത്തെ യങ് വൈബ്രൻറ്റ് പിള്ളേരെ വലിയ ഇഷ്ടമാണ്. നിന്നെപ്പോലെ കുറേ പിള്ളേരെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഫിലിം ഫീൽഡിലും റിയൽ എസ്റ്റേറ്റും ഉള്ള സമയത്ത്. സിനിമയിലോ? വെറുതെ അല്ല, എവിടെ കണ്ടില്ല പരിചയം. അപ്പൊ സിനിമാ നടനാ അല്ലേ? അഭിനയിക്കാലോ, പ്രൊഡക്ഷൻ, ലൊക്കേഷൻ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അല്ല, സത്യത്തിൽ ബായിക്ക് എന്താ പരിപാടി? ഇടുക്കിയിൽ എന്താ സീൻ?
നീ നമ്പർ 2 ബിസിനസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വെള്ളിമൂങ്ങ, ഇരുതലപ്പാമ്പ് അതൊക്കെ? അതൊക്കെ ഓൾഡ് ഫാഷൻ. ഇപ്പോ സുലൈമാനിക്കാണ് മാർക്കറ്റ്. സുലൈമാനിയോ? എനിക്കൊന്നും കത്തിയില്ല. കത്തിക്കാം. പിടിക്കേ. സുലൈമാനി, അതാണ് കല്ലിന്റെ പേര്. കല്ലിന് മലബാറിലെ കട്ടൻ ചായയുടെ പേരോ? കൊള്ളാം. ഇവന്റെ വില കോടികളാണ്. ഇത്രയും കോടികൾ വിലയുള്ള കല്ലോ? അപ്പൊ ഇതിനെന്താ പ്രത്യേകത? ആ കല്ല് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മുറിവോ ക്ഷതമോ ഏൽക്കില്ല. അതെന്ത് മാജിക്ക്? മാജിക് അല്ല, സുലൈമാനി സത്യമാണ്. ഇത് വലിച്ച എല്ലാം സത്യമായി തോന്നും. ഒന്ന് പോയിക്കേ ബൈ. ഒയ്യോ, എന്ത് കാണിക്കണേ? സത്യാണല്ലേ? അപ്പൊ സുലൈമാനി സംഗതി ഉള്ളതല്ലേ? എനിക്കും ഇതിനാദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന്റെ 5 ടെസ്റ്റുകൾ ഒറിജിനൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്കത് കിട്ടും നാളെ. നാളെയോ? എവിടുന്ന്? ഒരു അപ്സരസിൽ നിന്ന്. അവളൊരു ദേവതയല്ല, പിശാചുമല്ല. ഇതെല്ലാം ചേർന്നതാണ് അവൾ. ഓരോ 23 വർഷം കൂടുമ്പോഴും അവളെ കാട്ടിലെത്തും. കാടിന്റെ വന്യതയിൽ അവൾ ജീവിക്കും. ഭീഷ്മത്തിന്റെ അവസാനം ഒരാളെയും കൊണ്ട് അവൾ പോകും. പക്ഷേ ഈ തവണ ആ കല്ല് ഞാൻ എടുക്കും. നാളെയാണ് ഭീഷ്മത്തിന്റെ അവസാനം. സംഗതി തലക്കി പിടിച്ചല്ലേ? ആ കാടിനൊരു കഥയുണ്ട്. ആരും കേൾക്കാൻ കുതിക്കുന്ന ഒരു സുന്ദരിയുടെ കഥ. ഗന്ധർവി. എന്താ നിന്റെ പേര്? നാന് റാക്കു. ഇത്ര മധുരമുള്ള തേൻ
ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത്ര ചന്തമുള്ള പെണ്ണിനെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ദേവതയല്ല, രായകുമാരിയുമല്ല. ആരാ നിങ്ങള്? ഞാൻ ഗന്ധർവി. അതാരപ്പ? തമ്പുരാമൃത്തിയാ? ഞാനൊരു തമ്പുരാന്റെയും രാജാവിന്റെയും അല്ല. ഞാൻ ഈ കാടിന്റെ പുത്രി. കാടിനായി കൊതിച്ച് ഒരു ജന്മം പോരാതെ പിന്നെയും പിന്നെയും കാട് തേടി പിറന്നവൾ. തേനെടുക്കുമ്പോ നിന്നെ തേനീച്ച കുത്താറില്ലേ? മുമ്പെല്ലാം കുത്താറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പെങ്കിലേ ഞാനൊരു ലേപം പൂശുന്നുണ്ട്. ലേപനം? നല്ല ഗന്ധമാണ്. നിനക്ക് നിന്റെ ഈ ലേപനത്തിന് എനിക്കും വേണം ആ ലേപനം. രാഘുവിനെ മാത്രമല്ല, ഇങ്ങനെ പലരെയും അവൾ വശീകരിച്ചു കൊന്നൊടുക്കിയിട്ടുണ്ട്. അവരിൽ നിന്നെടുത്ത പല്ലുകളിൽ 18ഓളം ലോഹങ്ങളും മന്ത്രക്രിയകളും ചേർത്ത് വെച്ച് ഉരുക്കിച്ചേർത്താണ് സുലൈമാനി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കല്ല് അവളുടെ സുന്ദരമായ അരക്കെട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തണുപ്പും ഗന്ധർവിയുടെ കഥയൊക്കെ ഒരു വൈശാലിപ്പടം കണ്ട ഫീലുണ്ട്. കഥയല്ലടാ, ഞാൻ പറഞ്ഞത് ചരിത്രമാണ്. പണ്ട് നടന്ന കാര്യങ്ങൾ തന്നെ. കോപ്പാണ്. എനിക്കല്ല കളർപ്പടം പോലെ തോന്നിയ ഭയമായിട്ട് എനിക്ക് കൂടെ താ. എന്നിട്ട് നിങ്ങൾ പറയണേ, കഥയോ കവിതയോ എന്താന്ന് വെച്ചാൽ കേൾക്കാം. ഇത് നീലനാണ്, നീലച്ചടയൻ. എന്നാ താൻ കഥ പറയടോ. കാറിഞ്ഞ് കുറച്ചു നേരം ഞാൻ ഓടിക്കാം. കാറ് ഞാൻ ഓടിക്കുന്നല്ലേ സേഫ്. കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, ഇതൊക്കെ ഇപ്പോ അല്ലേ മോനെ വർക്കൗട്ട് വേണ്ടത്. നോക്കി കഥ കയറി വിട്ട
after some time. The subscriber is currently switched off. ബായ് ഉം. ബായ് പറഞ്ഞ ആളെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല, സ്വിച്ച് ഓഫാ. അതിന് ഞാനെന്ത് വേണം? അല്ല ബായ്, ഞങ്ങൾ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്ത് കാണിക്കാനാ? ഡാ, നിന്നോട് ഞാൻ പോണ കാര്യത്തിൻ്റെ സീരിയസ്നെസ് പറഞ്ഞല്ലേ. നീ ആ കൊച്ചിനെ വിളിക്ക്. ലിയ, ലിയ, ഇത് എണിച്ചേ. എനിക്ക് കിച്ചു, നമ്മളിത് എവിടെയാടാ? നമ്മളിപ്പോൾ ഇടുക്കിയിലൊരു ഹൈ റേഞ്ചിലാണ്. ഹൈ റേഞ്ചിലാ? ആ, കിച്ചു, ഹൈ റേഞ്ചിലാ? നീ കളിക്കുന്ന കാര്യം പറഞ്ഞേ. അയാളേതാ? എടി ഇന്നലെ നടന്നോ നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? കൊട്ടാരം പട്ടച്ചാരം ഒഴിച്ച് നാട്ടിച്ച് കഥ പറഞ്ഞു കൊടുക്കടേ. കണ്ട കൂറമടിച്ചിട്ട് എന്ത് കൊട്ടാരം, എന്ത് ചാരായം, വട്ടാണോ? നീ ഇങ്ങോട്ട് വന്നേ, അയാളെ ചേച്ചി കൊണ്ടാണ്ടില്ലേ? കിച്ചു, എനിക്കിപ്പോ പോണം. നീ ആരോട് ചോദിച്ചിട്ടാ എന്നെ ഫ്രോഡിന്റെ കൂടെ കൊണ്ടുവന്നേ? ബെസ്റ്റ്. ഇപ്പം ഞാനായി ഫ്രോഡ് അല്ലേ? ഒരു പാതിരാത്രിക്ക് ഉപകാരം ചെയ്തപ്പോ താൻ എന്ത് ഉപകാരം ചെയ്തതാ? എടി പാതിരാത്രി കടത്തി നമ്മളിവിടെ എത്തിച്ചില്ലേ? എവിടെ എത്തിച്ച്? വട്ടായ അതാ നീ ഫിറ്റാണ്. ഫിറ്റാരാന്ന് എല്ലാവർക്കും അറിയാം. താൻ ഷട്ടപ്പെടോ. എനിക്ക് പോണം, എനിക്കെന്നെ വീട്ടിൽ പോണം. അത് കലക്കി. ഇതേ എന്റെ കട. ഇതെപ്പം പോണം, എങ്ങോട്ട് പോണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇപ്പൊ ശരി. ലിയ, നിക്ക്. ലിയ, എടി ലിയ, നീ പറഞ്ഞേക്ക്. എടി നീ എങ്ങോട്ടാന്ന് പറഞ്ഞ് ഓടിപ്പോണേ? എടി ലിയ, പോയേച്ചു. നിക്കാൻ പറഞ്ഞേ. എടി ഞാൻ പറഞ്ഞേക്ക്, നീ ഓടപെട്ടാ. എടി നിനക്ക് വഴി അറിയാം. എടി ഞാൻ പറയുന്നേ കേക്ക്. ലിയ, ലിയ, നീ ആദ്യം ഞാനൊന്ന് പറയണേക്ക്. കിച്ചു, ദേ എന്റെ പുറകെ വരരുത്. നീ ആ കോന്തര കേടി പിടിച്ചോണ്ടിരുന്നു. അയ്യേ, നീ ഇതെന്നാ പാപിച്ചാ? നമ്മ കാട്ടിലാണ്, വഴി അറിയാവുന്ന അയാൾക്ക് മാത്രം. പറയടാ, എത്ര രൂപയ്ക്ക് എന്നെ വിറ്റ? എന്താ ഡീല്? വിൽക്കാനോ? എന്ത് ഊളിയാണോ താൻ? ആടി ഡീല് തന്നെയാ. ഓഹോ, ഞാൻ പറയണേക്ക്. തനിക്കൊന്നും നാണില്ലടോ? തനിക്ക് അമ്മയും പെങ്ങന്മാരില്ലേ? സോറി ബൈ. എടി ഞാൻ ഒന്ന് പറയണേക്ക്. ഇത് നിന്റെ ഡീലൊന്നുമല്ല, ഇത് നമ്പർ 1 അല്ല നമ്പർ 2 ബിസിനസ് ഡീലാ. കിച്ചു, നിനക്ക് പണ്ടേ ഉള്ളതാ. വല്ലവരും പറഞ്ഞ അങ്ങ് വിശ്വസിക്കും. ഈ കാട്ടിൽ വെച്ച് ഇയാളെ നമ്മളെ കൊന്നാലോ? അങ്ങനെയൊക്കെ ചെയ്യൂ? ഓ, ഒന്ന് ബോധത്തോടെ ചിന്തിക്കുക. നീ വന്നേ, വാ. താൻ വെള്ളം കുടിച്ച് കളിക്കാതെ കാര്യം പറയടോ. എന്താ താൻ ഉദ്ദേശം? ദുരുദ്ദേശം. ആഹാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. പോണു. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ? നീ വന്നേ. നീ സൂക്ഷിച്ചു വാ, അയാൾ ഓടിപ്പോവല്ലോ. നീ വാ, സ്പീഡിൽ കയറുവാ. എടാ കിച്ചു, നീ ഈ കിടന്ന് പൊട്ടം കളിക്കാതെ നല്ല കൊച്ചിക്കാരെ പോലും ഒന്ന് കളിപ്പിച്ചാലോട് ചോദിക്കടാ. ആഹാ, എടാ എന്നെ കൊണ്ടുകൂടാ. ബായ്, ഈ പുറത്തേക്കുള്ള വഴിയതാ. താനിത് എന്തിനുള്ള പുറപ്പാടാ? ബോധമില്ലാത്ത നേരത്തെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു പറ്റിച്ചിട്ട് എടോ തന്നോടേ ചോദിച്ചേ. ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു. പുലിമുരുകിനെ കാണുന്ന പോലെ രാത്രി പുലിയൊന്നുമല്ല, നല്ല ചിമിട്ടും പുലികളാ. ജീവൻ വേണമെങ്കിൽ എൻ്റെ കൂടെ പോരെ. ഡീലൊക്കെ തന്നെയാ, പക്ഷെ നീ ഫുള്ള് കേക്ക്. ഡയമണ്ട് ഏട്ടാ, ഡയമണ്ട് ബ്രോ,
ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇവളെ ഡെയിലി കൂട്ടം വന്നു, ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ ഗാന്ധർവിയോ? ഗാന്ധർവിയ ആരാണത്? അതൊക്കെ ഉണ്ട്, വാ പറഞ്ഞുതരാം. അമ്മോ അടുത്തേ നോക്കി കണ്ട് വാടി കോപ്പേ. കഥ കൊള്ളാം. ഗന്ധർവിയും അവളുടെ അരയിൽ ഒരു സുലൈമാനിക്കൽ. കല്ലിന്റെ പേരും പെണ്ണിന്റെ പേരും ആകെ മൊത്തത്തിലൊരു ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദമാണല്ലോ ഇച്ചു. നീയൊന്നും വിശ്വസിക്കണ്ട, എന്താ ഇതും കൂടെ കാണും. ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് തനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇതൊക്കെ ക്യാമറ ടെക്നിക്കാന്നറിയാനുള്ള സാമാന്യ ബോധം പോലും തനിക്കില്ലേ? അതോ പൊട്ടനായിട്ട് അഭിനയിക്കാം? എന്തിന്? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാ. ഇതിന്റെയൊക്കെ പിന്നിൽ വമ്പന്മാരുണ്ട്. കല്ല് ഈ കാട്ടിലുണ്ടെന്ന് ഉറപ്പാണ്. 50 കോടി രൂപയാണ് ബയ്യസ് അതിനിട്ടിരിക്കുന്ന വില. ഒത്തുകിട്ട ലൈഫ് സെറ്റല്ലേ? ശരി, അങ്ങനൊരു കല്ലും വരെയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. ഈ കാട്ടിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഗന്ധർവിയുള്ള കാട്ടിൽ, അല്ലാതെ കല്ല് എവിടെ പോകും? കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചാലോ? വേണ്ട, കണ്ടിട്ട് ഇത് റോങ് ടീംസാന്ന് തോന്നുന്നു. അപ്പൊ സ്കൂട്ടാവല്ലേ? ഇടയ്ക്ക് എനിക്ക് ദാഹിക്കുന്ന വെള്ളം വേണം. ഇതൊരു വശപശ കേസാണല്ലോ ആശാനെ. എനിക്ക് ദാഹിക്കുന്നടാ. ഇതെന്തോ റോങ് ടീംസാന്ന് തോന്നുന്നു. ഇതൊരു സൂപ്പർ ഐറ്റം ആണ്. എന്നാ പിന്നെ നിനക്ക് ഈ വെള്ളം കുടിച്ച പോരെ? ഇതാ ഒന്ന് പോടാ. നല്ല നാറ്റം. വെള്ളല്ലേ കിടക്കണേ, പോയി കഴുകാൻ പാടില്ലേ? നീ കഴിട്ടോ? ഇതിവിടെ ഇരിക്കട്ടെ. ഒരു ഗ്ലാസ് എടുത്തോ. ഏത് സമയത്താണാവോ?
എന്റെ ഈശ്വര, അവന് അവന്റെ അമ്മയുടെ ഒരു കടി. ആശാനെ ഒറ്റൊരുത്തന്മാരി കാട്ടീന്ന് പുറത്തു പോരുന്നു. ആ വാറ്റടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച പോയതാണോ അതേ പവർ കട്ടാണോ? കാട്ടിലായതുകൊണ്ട് ഇവിടെ ഇനി കറണ്ട് ഉണ്ടാവും. വാ നോക്കാം. ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ആരുണ്ടാകാനാ ബൈ? ഈ കാടിന്റെ നടുവിലെ വീട്ടില് ഒറ്റയ്ക്ക് വെട്ടമില്ല വെളിച്ചമില്ലാണ്ട്. അവിടെ ഒരു വെളിച്ചം. അതിനവിടെ ഒരു വെളിച്ചം. കിച്ചു, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കണേ? നിനക്ക് പേടിയാവുണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോ. വേണ്ട, ഞാൻ നിന്റെ കൈ പിടിച്ചോ. ഇല്ല, കൈങ്കി കൈവാ. എന്നെ കാണാൻ ഗസ്റ്റുകൾ ആരും ഇവിടെ വരാറില്ല. വന്നാലും എന്നെ കാണാൻ പറ്റാറില്ല. അതെന്താ, മാഡം വല്ല പ്രേതോ ഭൂതവല്ലാണോ? അതല്ല ഉദ്ദേശിച്ചത്. ഈ കാടും ട്രെക്കിങ്ങുമെല്ലാം ആരെ ഇഷ്ടപ്പെടാത്ത അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നതിനേക്കാൾ കാട് കയറി നടക്കുന്ന ആളാണ് ഞാൻ. അല്ല മാഡം, ഇത്രയും വലിയൊരു വീട്ടിൽ വെളിച്ചമില്ലാതെ ഞങ്ങൾ കഴിയാനാണ്? ഞങ്ങളുടെ മൊബൈൽ ചത്തിരിക്കുക, ഒരു ഇച്ചിരി കറണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കാറ്റടിച്ചാൽ കരണ്ട് പോകും. കണ്ടില്ലേ, ഞാനൊന്ന് ആസ്വദിച്ചു വരികയായിരുന്നു.
നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ആ നല്ല വിശപ്പ്. ഇനി എന്തെങ്കിലും തിന്നിട്ടാവും ബാക്കി. എനിക്കൊന്ന് കുളിക്കണം. ആ സ്മെല്ല് ഇതുവരെ പോയിട്ടില്ല. ബാത്റൂം മുകളിലുണ്ടല്ലോ. ദാ ഈ തിരി കൈ വെച്ചോളൂ. എന്തായാലും ഇത്രയും വലിയൊരു കാട്ടിൽ ഈ ഒരു സെറ്റപ്പ് പ്രതീക്ഷിച്ചില്ല. അതെ അതെ, ഇത്രയും കിടക്കാച്ചി സെറ്റപ്പിനെയും പ്രതീക്ഷിച്ചില്ല. എന്താ സ്ട്രക്ചർ! എൻ്റെ പൊന്നോ, ചേച്ചീനെ ഒരു മനുഷ്യനാക്കും. അത് ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് മോഡേൺ ആയിരിക്കണതാ ഇഷ്ടം. അല്ല, പേര് ഇതുവരെ പറഞ്ഞില്ല. സോറി, ഞാൻ കാൻഡി. ആൻഡി, നല്ല സ്വയംഭം പേര്. കാൻഡി. ഓ, ഞാൻ കിച്ചു. ഇത് ഡയമണ്ട്. അല്ല, എൻ്റെ പേര്. നിങ്ങൾ ഇത്രയും നടന്ന് ക്ഷീണിച്ചതില്ലേ, ദാ ഈ ജ്യൂസ് കുടിച്ചോളൂ. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മിക്സാണ്. കുറേ നാളായി എനിക്ക് ഗസ്റ്റ് വന്നിട്ട്. സോ ഹാപ്പി. എന്തായാലും ഇന്നത്തെ ഈ രാത്രി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതെ അതെ, ഇവിടെ വരാൻ വൈകിപ്പോയി. അതേ ഉള്ളു ഇപ്പോഴുള്ള ആകെപ്പാടുള്ള പ്രശ്നം അല്ലേ ബായ്? ആ വിഷമമൊക്കെ മാറ്റി സന്തോഷത്തോടെ നിങ്ങൾ ഇവിടുന്ന് പോകും, പോരെ? ഇതെന്ത്? സത്യം ഞാൻ കണ്ടു. ഗുഡ് ഈവനിങ് ഗൈസ്. എടാ ജോണേ, നിന്നെ കണ്ടിട്ടാണോ ഈ കൊച്ചിങ്ങനെ പേടിച്ചേ? പേടിച്ചോ? എന്തിന്? ഓ ഐ എം സോറി ടു. ജോൺ മുകളിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. കിച്ചു, ഞാൻ ശരിക്കും പേടിച്ചോടാ. ഇക്കണക്കിന് ഈ കൊച്ചി ഈ കാട്ടിലെ മാടനും മറന്നേ കണ്ടാൽ എന്തായിരിക്കും? ഇത് ജോൺ, എന്റെ ഫ്രണ്ട്, മാനേജർ, കാര്യസ്ഥൻ, അങ്ങനെ എന്തും വിളിക്കാം. അപ്പൊ സ്വയം രാജ്യമായി പ്രഖ്യാപിച്ചില്ലേ? അതെ, സെറ്റപ്പ് മൊത്തം ഒരു തെലുങ്ക് എന്റർടൈൻമെന്റ് പടത്തിന്റെ മോഡലുണ്ട്. ഒരിക്കലും ഈ കാട്ടിൽ വഴിതെറ്റി വന്നാൽ നിങ്ങളാരും ഈ ക്യാൻഡിയെ മറക്കില്ല, എന്നെയും. അല്ലേ കൊച്ചേ? കിച്ചു, നീ എൻ്റെ കൂടെ വന്നേ. എനിക്കിനി ഒറ്റക്ക് പോകാൻ പേടിയാ. അയ്യോ, അതിനിവിടെ പേടിക്കാനൊന്നുമില്ല. നിങ്ങളൊന്നും പറയണ്ട. ഡാ വന്നേ. ഞാൻ ബാഗൊന്നും എടുക്കട്ടെ, പോയിട്ട് വരാട്ടോ.
അപ്പോൾ മാഡം ഈ കാട്ടിലൊറ്റയ്ക്കാണ് ഗസ്റ്റുകളൊന്നും വരാറില്ലെന്ന് പറഞ്ഞിട്ട് ഈ ജോൺ സാർ ഒരു സർപ്രൈസ് ആണല്ലോ. അതിന് ജോൺ ഗസ്റ്റ് അല്ലല്ലോ, ഇവൻ എന്റെ നിഴലല്ലേ. പക്ഷേ കാടുമലയൊക്കെ ആളൊറ്റയ്ക്കാണ് കയറി ഇറങ്ങുന്നത്. അതിനൊന്നും എനിക്ക് വയ്യട്ടോ. ഞാനും ഇവിടെ വല്ല വെടിയിറച്ചിക്ക് തിന്ന് 2 എണ്ണം വിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. അതെനിക്ക് മനസ്സിലായി. എനിക്കെന്നും ഒരു 3 പെഗ് നിർബന്ധമാണ്. രാത്രിയിലെ ഇവിടുത്തെ തണുപ്പിന് ഇവനില്ലാതെ പറ്റില്ല. തനിക്കൊന്ന് ഒഴിക്കട്ടെ? അതിനെന്താ, എന്തിനും ഒരു തുടക്കത്തിന് മദ്യവും ലഹരിയൊക്കെയാണ് ബെസ്റ്റ്. അല്ലെങ്കിലും ഒരു കച്ചവടത്തിനാകുമ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ. ഈ പാതിരാത്രി എന്ത് കച്ചവടമാണ് ഡയമണ്ട് നടത്താൻ പോകുന്നത്? ഈ കച്ചവടത്തിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോയാലോ ഗന്ധർവി? അല്ല, ക്യാൻഡി. ഗന്ധർവിയോ? അതാരാ? നീ ഒറ്റ സിപ്പിന് ഫിറ്റായി പോയോ? അപ്പോ കാൻഡിയുടെ ജ്യൂസും ഇതും കൂടി ആയപ്പോ ഇതിന്റെ ബോധം പോയോ? പൊട്ട. അല്ല മാഡം, ഞാനെല്ലാം അറിഞ്ഞു തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്, സുലൈമാനി സ്റ്റോൺ. അതെനിക്ക് വേണം. അതുകൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. വെറുതെ വേണ്ട, നല്ലൊരു വില തരാം. അപ്പോൾ നീ വഴിതെറ്റി വന്നതല്ല. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. ആരോ പറഞ്ഞുണ്ടാക്കിയ ആ പഴയ ഗന്ധർവിയുടെ കഥയും വിശ്വസിച്ചാണോ നീ കാട് കയറി വന്നത്? എന്തായാലും ഗന്ധർവിയുടെ ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റോൺ എന്റെ കയ്യിലില്ല. നിനക്ക് തെറ്റി. ശരി, ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വിലയില്ലാത്ത കല്ല് എന്തിന് നിങ്ങളെ സുന്ദരമായ അരക്കെട്ടിൽ ഒളിപ്പിച്ചു വെക്കണം? ഇതൊരു സാധാരണ കല്ല. അത് വിട്. ഒരു ഗുണവുമില്ലാത്ത ഈ കല്ല് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. അതിന് ഞാൻ ഈ ജോണല്ല. അതുപോട്ടെ, ഞാൻ ആ കല്ലിന് നല്ലൊരു വിലയിടാം. 5 കോടി രൂപ. അതാണ് ഞങ്ങളുടെ വില, അതും ലിക്വിഡ് ക്യാഷ് ആയിട്ട്. എനിക്കതിൽ തർക്കമില്ല. ഡീൽ. മേഡത്തിന് അഭിപ്രായം പറയാം. ഞങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. കിച്ചു, എനിക്ക് എന്താ ഇവിടെ ഭയങ്കര പേടിയാവും. ഇവിടെ വല്ലാത്തൊരു മൂഡ്. ആ ജോണിനെ ക്യാൻഡിയെ കണ്ടറിയാം എന്തോ പന്തിയേടുണ്ടെന്ന്. പന്തിയേടൊന്നും കണ്ടെത്താൻ നീ നിൽക്കണ്ട. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടില്ലേ? അവരൊക്കെ നല്ല ആളുകളാണ്. പിന്നെ അയാളുടെ കള്ളലക്ഷണം അത് നീ വിട്ടുകളാ. എനിക്ക് എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു. എന്തുണ്ടായാലും നമ്മൾ കട്ടയ്ക്ക് കൂടെയൊക്കെ വാക്ക് കൊടുത്തിട്ടില്ലേ? എനിക്കെന്തോ തോന്നൂടാ. എനിക്കിപ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇതാ നിങ്ങൾ പറഞ്ഞ 5 കോടി രൂപ. ഇവനെ നമ്മൾ തെറ്റിദ്ധരിച്ചു അല്ലേ കാൻഡി? ഇനി ആ സ്റ്റോൺ നിനക്ക് സ്വന്തം. പക്ഷെ കുറച്ച് സമയം കൂടി നീ കാത്തിരിക്കണം. ഇത്രയും ജെന്യൂനായിട്ടും നിങ്ങൾക്കിനിയും എന്താ താമസം? എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നടക്കട്ടെ. നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് കൂടി നീ കണക്കിലെടുക്കണം. പറയൂ. കാട്ടിലെ ഒരു ട്രൈബൽ കോളനിയിൽ നിന്നും ആദ്യം ഈ കല്ല് കയ്യിലെത്തിയപ്പോൾ ഇതിന്റെ പിന്നിലുള്ള കഥയോടുള്ള ഫാസിനേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷേ ഇത് എന്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, സംരക്ഷണം, അതുകൊണ്ട് ഇത് എന്നിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുന്നതിന് ഒരു കർമ്മം തന്നെയുണ്ട്. കർമ്മോ? എന്ത് കർമ്മം? നിങ്ങൾക്കിത് വിശ്വാസമുണ്ടോ? ഉണ്ടായിരുന്നില്ല. ബട്ട് റിച്വൽസ് മെയ്ഡ് മീ ഹൂ ഐ ആം നൗ. ഇന്ന് പൂർണ്ണചന്ദ്രനാണ്. മനസ്സിലായില്ല. ഇൻട്രിഗേറ്റ് റിച്വൽസ്, ദേഹവും ദേഹിയും സംഗമം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയൂടെ? നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ഡയമണ്ട്. നേരെ പോയി കുളിച്ച് തയ്യാറായിക്കൊള്ളൂ. സമയമാവാറായി.
ജോൺ, എന്തിനാ സ്റ്റോൺ അവന് നൽകാന്ന് പറഞ്ഞത്? ആ നേരത്തെ അവൻ ഡീൽ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എത്രയോ ആളുകളാ ഇവിടെ കല്ല് തേടി. പക്ഷേ എനിക്ക് തവണ നിന്നെ മനസ്സിലാകുന്നേയില്ല. നിനക്കിപ്പോൾ എന്താ കാൻഡി പ്രശ്നം? അവൻ്റെ കയ്യിൽ ക്യാഷ് നീ കണ്ടതല്ലേ? നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കൈവിട്ടു പോയാൽ അതിനിപ്പോൾ ആര് കൊണ്ടുപോകുന്നത്? നീ പറഞ്ഞു വരുന്നത്? നിനക്ക് ഞാൻ ബാക്കി പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മുടെ ഈ കാട്ടിൽ, നമ്മുടെ ഈ ബംഗ്ലാവിൽ വന്നു കയറിയ അവനെയും ആ പീറ പിള്ളേരെയും ഒതുക്കാനാണ് പാട്. എന്നാലും നമ്മൾ കണ്ടത് ലക്ഷ്മി ദേവിനെ ഡിക്കിലിട്ടോണ്ടാണ് നമ്മൾ ഈ തിണ്ടലേണ്ടിയത്. ഈ പാതിരാത്രിയിൽ നമ്മൾ കണ്ട സത്യലടി. നിനക്ക് നാട്ടിലും വീട്ടിലൊക്കെ പോണമെന്നുണ്ടോടി? എനിക്ക് അയാൾ ചൊരിഞ്ഞിട്ട് കാശിനെ കുറിച്ച് ഓർക്കുമ്പോ പേടിയാവണു. പൈസയെ കുറിച്ച് ഓർക്കുമ്പോ പേടിക്കുവോ? എടി, പൈസക്ക് വേണ്ടിയല്ലേ നമ്മളെല്ലാം ജീവിക്കണേ. നിനക്ക് എന്നെക്കാളും സ്നേഹം പൈസനോടാ? എടി അതല്ലടി, നമ്മുടെ സ്വപ്നം മൊത്തം സെറ്റാക്കാൻ പറ്റിയ അവസരം ഇതാണ്. മനസ്സിലായോ? എന്ത് സ്വപ്നം? എനിക്കൊന്നും മനസ്സിലാവണില്ല. എടി, നീ കണ്ടല്ലേ അയാളുടെ കയ്യിലുള്ള പൈസ? ആ പൈസ കൈ കിട്ടിയിട്ട് വേണം നമുക്കൊരു വീട്, കാറ്, ബാങ്ക് ബാലൻസ്. എങ്ങനെയുണ്ട്? കിച്ചു വേണ്ടട്ടോ. അല്ലെങ്കിൽ നിനക്കുള്ളൊരു കഴിവാ എന്തെങ്കിലും ഒരു പ്രശ്നം നിൽക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് പോയി ചാടും. എടി മണ്ടു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പൈസ കൈ കിട്ടിയാൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിയോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ ശരിക്കും ആലോചിക്കാത്ത എന്റെ പ്രശ്നം. നീ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താലോചിക്കാൻ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എല്ലാരും റോങ്ങാ. ഇപ്പതാ ഡൈമണ്ട്. എടി, അയാൾ റോങ്ങൊന്നുമല്ല. അയാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവദൂതൻ. അല്ലെങ്കിൽ തന്നെ എവിടെ നിൽക്കണ്ട നമ്മള്? ദൈവം നമ്മൾ ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഇട്ടതാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പൈസ നമുക്കുള്ളതാ. നമുക്കതെടുത്ത് സ്കൂട്ടാവാം. കിച്ചു, എന്നാലും നീ ഒന്ന് സമ്മതിക്ക്. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് പ്ലാൻ ചെയ്യാൻ. സമ്മതിക്ക നീ?
നീ എന്ത് കരുതി ഡൈമ? സിമ്പിളായി ഇവിടെ വന്ന് ആ കല്ലിന് വിലയിടാമെന്നോ? ഡയമണ്ട് ഇപ്പോഴല്ലേ ശരിക്കും ജോക്കറായത്. നീ എന്തായാലും ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. ആരാ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? എന്താ നിന്റെ ഉദ്ദേശം? നീ കണ്ട കാടല്ല ഇത്. ഞങ്ങളോട് എതിർത്തവരാരും ഈ കാട് വിട്ട് പുറത്തു പോയിട്ടില്ല. ഇവരോടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല കാറ്റി. ഞാൻ പറയിപ്പിക്കാം ഇവരെ കൊണ്ട്. നിനക്ക് ഞാനൊരു 10 സെക്കൻഡ് തരും. ഇല്ലേ ഈ മെഴുകു മൊത്തം നിന്റെ കണ്ണിൽ ഒരുകി തീരും. കാറ്റി, നീ എടുത്തു ചേർല്ലേ? ഡോണ്ട് ഗെറ്റ് സ്റ്റുപ്പിഡ്. അവൻ നമ്മുടെ ഗസ്റ്റ് അല്ലേ? നീ കൊണ്ടുവന്ന ആ പണം അത് ഞങ്ങൾക്ക് വേണം. നിനക്ക് നിന്റെ ജീവൻ വേണോ അതോ? അറിയില്ല, മനസ്സിലാവില്ല. ഇവരെ കൂടെ ഞാൻ പറയിപ്പിക്കാം. ജോൺ, ഈ ഫോൺ ചെക്ക് ചെയ്താൽ അറിയാം ആരാ ഇവനെ ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന്. ജോൺ, നീ? യെസ് കാറ്റി, ഐ ആം സോറി. എന്തിന്? എങ്ങനെ? യു ചീറ്റ്. ഇത്രയും കാലം നീളായി എന്റെ പിന്നാലെ നടന്നിട്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കൊല്ലങ്ങളായി ഞാൻ നിന്റെ പിന്നിൽ നീളായി നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിനിയെങ്കിലും മുന്നോട്ട് വരണ്ടേ? നോ, യു വോണ്ട് ഡു ഇറ്റ്. നമുക്ക് സംസാരിക്കാം. ഇതിവിടെ തന്നെ തിരട്ടെ. നാളുകളായി ഈ പൗർണമി ദിവസത്തിനായി ഞാൻ കാത്തിരിക്കായിരുന്നു. ദാ ഇവനെ വടാ ഇങ്ങോട്ട് വരുത്തിച്ചതും ഈ ഞാൻ തന്നെയാ. ഇനി നിന്നെ ഈ സൗകര്യത്തിൽ ഇനി കിട്ടില്ല. യുവർ എൻഡിസ് യുവർ സ്റ്റോറി എൻഡ്സ് ഹിയർ കാൻഡി. നീ പോയി പണം എടുത്തിട്ടോ? സാർ, പണം മിസ്സായിപ്പോ സാർ. പണം കാണുന്നില്ല സാർ. കാണുന്നില്ലെന്നോ? അതെ സാർ. എന്താണെന്ന് പറയുന്നത്? സംശയം ഒന്നായിരിക്കും. ഞാനല്ല നിന്നിൽ പണം തന്നു. അതുകൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാണോ? അല്ല സാർ, അല്ലല്ല സാർ. ഇവര് കാണുന്നില്ല സാർ. ആ ബാഗ് കളവ് പോയി സാർ. കളവ് പോയിന്നോ? മര്യാദയ്ക്ക് പോയി എടുത്തോണ്ട് പോടാ. ഞാൻ പറയും സത്യമാണ് സാർ. ഞാൻ കുളിച്ചു വന്നേക്കും ബാഗും ഇല്ല, പിള്ളേരും ഇല്ല. ബുൾഷിറ്റ്. ഏതാടാ പിള്ളേര്? അറിയില്ല സാർ. ഇന്നലെ രാവിലെ കാറിൽ കയറിയതാണ്. എനിക്കറിയില്ല സാർ.